നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഷാങ്ഹായ് ഉച്ചകോടി. ഭീകരതയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്ന് ഭാരതവും ചൈനയും. ഭീകരവാദത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SCOയ്ക്ക് പുതിയ നിർവചനം നൽകി നരേന്ദ്രമോദി. SCO को लेकर भारत की सोच और नीति 3 मुख्य स्तंभों पर आधारित है. SCO, S सिक्योरिटी, C कनेक्टिविटी, O opportunity. ഭാരത റഷ്യ ബന്ധത്തിൽ മറ്റ് ശക്തികളുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന് പുടിൻ. ഡിസംബറിൽ പുടിനായി ഭാരതം കാത്തിരിക്കുന്നു. SCO ബ്രിക്സ് സംവിധാനങ്ങൾ ഭാരതവും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നു. യുക്രൈനിൽ സമാധാനം വേണമെന്നും പുടിനും മോഡിയും. തൃശൂരിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ CPM ആക്രമണം. ഗണേശ വിഗ്രഹം തകർക്കാൻ ശ്രമം. പ്രതിഷേധം ശക്തമാക്കി ഹിന്ദു ഐക്യവേദി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കോടികൾ വകമാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം മരാമത്തിലേക്ക് വകമാറ്റിയത് ജീവനക്കാർക്കുള്ള ശമ്പളത്തുക. കാണിക്കവഞ്ചികൾ തുറന്ന് പണമെടുക്കാൻ നിർദ്ദേശം നൽകി അക്കൗണ്ട്സ് ഓഫീസർ. അഗ്നിശമന സേന ഓഫീസിൽ പന്നിമാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം. സംഭവം തൊടുപുഴയിൽ. മെസ്സിൽ പന്നിക്കറി വച്ചതിനെ എതിർത്ത് മുസ്ലിം ജീവനക്കാർ. വിവാദമായതോടെ അന്വേഷണം പ്രഖ്യാപിച്ച് ജില്ലാ ഫയർ ഓഫീസർ. അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ആളിക്കത്തി പ്രതിഷേധം. സംഗമം നടത്താൻ സർക്കാരിന് ധാർമ്മിക അവകാശമില്ലെന്ന് അയ്യപ്പ സേവാ സമാജം അധ്യക്ഷൻ PN നാരായണ വർമ്മ. അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി. അഫ്ഗാനിസ്ഥാനിലെ ഭൂചലനത്തിൽ 600 കടന്ന് മരണം. 2500-ലധികം പേർക്ക് പരിക്ക്. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തി. ഡൽഹിയിലും പ്രകമ്പനം. റഷ്യ ഭാരത ബന്ധത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ. ഡിസംബറിൽ ഭാരതം സന്ദർശിക്കാനിരിക്കുന്ന പുടിനെ രാജ്യവും ജനങ്ങളും കാത്തിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സും SCOയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. कैलाश मानसरोवर यात्रा फिर से शुरू की. दोनों देशों के बीच डायरेक्ट फ्लाइट भी फिर से शुरू की जा रही है. हमारे सहयोग से दोनों देशों के 2.8 बिलियन लोगों के हित जुड़े हुए हैं. इससे पूरी मानवता के कल्याण का मार्ग भी प्रशस्त होगा. परस्पर विश्वास, सम्मान और
വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ഐസൺ, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് നടന്നത്. പുടിനും നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. അതിൽ വളരെ കൃത്യമായി നിലപാട് പുറത്തു വന്നിരിക്കുകയാണ്. റഷ്യ ഭാരത ബന്ധത്തിൽ ഒരു മൂന്നാം ശക്തിയുടെ ഇടപെടൽ ആവശ്യമില്ല. അതായത് അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ താക്കീതാണ് ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഓരോ സെഷനിലും നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് ഈ കൂടിക്കാഴ്ചയിൽ. വിശദാംശങ്ങൾ. നീലിമ, തീർച്ചയായും പുടിൻ്റെ വാക്കുകൾ തന്നെയാണ്, ഊർജ്ജം പകരുന്ന വാക്കുകൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത്, റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങി ഭാരതത്തിൽ സംസ്കരിക്കുന്ന ആ പ്രവർത്തനം ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ പേരിലാണ് ഭാരതത്തിന് 25% അധിക താരിഫ് ഏർപ്പെടുത്താനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഈ 27 ഓഗസ്റ്റ് 27 ആ താരിഫ് നടപ്പാവുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ തോതിൽ 50% അധിക താരിഫ് ഭാരതത്തിന് ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 50% അധിക താരിഫ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ താരിഫ് ഇടപെടലാണ്. അതിന് നിർദ്ദേശിച്ചത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്നാണ്. ഇവിടെയാണ് കൃത്യമായൊരു മറുപടിയുമായി പുടിൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മറുപടിയിൽ തന്നെയാണ്, അതായത് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളൊന്നും, അതായത് ഭാരതത്തിന് ഊർജ്ജ ആവശ്യത്തിനാണ്, ഊർജ്ജ സുരക്ഷയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത്. എണ്ണ വാങ്ങേണ്ടത് ഏത് രാജ്യത്തു നിന്നാണെന്ന് ഭാരതം തീരുമാനിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു നിലപാടിനുള്ള മറുപടി കൂടിയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും, റഷ്യൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പുടിൻ വളരെ കൃത്യമായ നിർദ്ദേശം നൽകുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ, അതായത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ മൂന്നാമതൊരു കക്ഷിയുടെ സാന്നിധ്യമോ സ്വാധീനമോ ഒന്നും അനുവദിക്കില്ല എന്ന നിലപാട് വളരെ കൃത്യമായി തന്നെ പ്രസിഡന്റ് പറയുകയും ചെയ്തു. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയത്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചിരുന്നു, പുടിനും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു, കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതെല്ലാം തന്നെ അന്താരാഷ്ട്ര ബന്ധത്തിൽ പ്രാധാന്യമുള്ള ഇടപെടലാണെങ്കിലും റഷ്യ ഇന്ത്യ ബന്ധത്തിൽ, അല്ലെങ്കിൽ റഷ്യയും ഭാരതവുമായി തുടരുന്ന ബന്ധത്തിൽ മറ്റൊരു ശക്തിയായി അമേരിക്കയെ നിലനിൽക്കാൻ അനുവദിക്കില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പുടിൻ പറയുകയും ചെയ്തു. മറ്റ് സുപ്രധാനമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പല വിഷയങ്ങളും SCO സമ്മേളനത്തിൽ ഉന്നയിച്ചത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഉറച്ച നിലപാടുകൾ ഈ കൂടിക്കാഴ്ചയിലും ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭാരതത്തിലേക്കുള്ള പുടിൻ്റെ വരവിനെ കാത്തിരിക്കുകയാണ്, ബ്രിക്സ് സമ്മേളനവുമായി ബന്ധപ്പെട്ട പുടിൻ്റെ വരവിനെ കാത്തിരിക്കുകയാണ് ഭാരതത്തിലെ ജനങ്ങളെന്ന വലിയൊരു സന്ദേശം തന്നെയായിരുന്നു പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചത്. SCOയും അതുപോലെ തന്നെ ബ്രിക്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ക്ലസ്റ്ററുകൾ സ്വാഭാവികമായും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വൻതോതിൽ ശാക്തീകരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പറയുകയുണ്ടായി. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനവും ഗൗരവമേറിയതും അമേരിക്കയ്ക്ക് നൽകുന്ന കൃത്യമായ സന്ദേശവും അതുവഴി ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ, അതായത് ഭാരത റഷ്യ ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ സാന്നിധ്യമോ സ്വാധീനമോ അനുവദിക്കില്ല എന്ന കൃത്യമായ മറുപടി റഷ്യൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പുടിൻ അക്കാര്യത്തിലാണ് ഇത്തവണ ഏറ്റവും ശക്തമായ നിലപാട് ഭാരതവുമായുള്ള ബന്ധത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. റഷ്യയുമായി സുദീർഘകാലത്തെ ബന്ധമാണ് ഭാരതത്തിനുള്ളത്. അത് ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഉണ്ടായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഐസൺ ജോസ് നൽകിയത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദിയിൽ ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏത് രൂപത്തിലും ഭാവത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് മോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണവും പ്രധാനമന്ത്രി SCO വേദിയിൽ ഓർമ്മപ്പെടുത്തി. SCOയ്ക്ക് പുതിയ നിർവചനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി. സുരക്ഷയ്ക്കും കണക്ടിവിറ്റിക്കും അവസരങ്ങൾക്കുമുള്ള വേദിയാണ് SCO എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വേദിയിലിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശമെന്നത് ശ്രദ്ധേയമാണ്. पहले स्तंभ S यानी सिक्योरिटी के संदर्भ में मैं कहना चाहता हूं कि सुरक्षा, शांति और स्थिरता किसी भी देश के विकास का आधार है, किंतु इस मार्ग में आतंकवाद, अलगाववाद और अतिवाद बड़ी चुनौतियां हैं। आतंकवाद सिर्फ किसी देश की सुरक्षा ही नहीं, बल्कि पूरी मानवता के लिए एक साझा चुनौती है। कोई देश, कोई समाज, कोई नागरिक अपने आप को इससे सुरक्षित नहीं समझ सकता। इसलिए आतंकवाद से लड़ाई में भारत ने एकजुटता पर
बल दिया। एससीओ को लेकर भारत की सोच और नीति 3 मुख्य स्तंभों पर आधारित है। SCO, S सिक्योरिटी, C कनेक्टिविटी, O opportunity. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടിയൻജിന്നിലെ ഇടപെടലുകൾ തുടരുമെന്ന അടിക്കുറിപ്പോടെയാണ് എക്സിൽ ചിത്രം പോസ്റ്റ് ചെയ്തത്. ലോകത്തെ നയിക്കുന്ന സൂപ്പർ ട്രിയോയുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ചൈനയിൽ തരംഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചൈന ഡെയിലി ഉൾപ്പെടെയുള്ള ചൈനീസ് ദിനപത്രങ്ങളുടെ ആദ്യ പേജിൽ മോദിയും ഷീ ജിൻപിങ്ങും കൈകോർത്ത് നിൽക്കുന്ന ചിത്രമാണ്. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ താക്കോലായി പങ്കാളിത്തം മാറുന്നുവെന്ന തലക്കെട്ടിൽ വിശാലമായ വാർത്തയും പത്രത്തിലുണ്ട്. ഏറെക്കാലമായി ചൈനീസ് ജനത കാത്തിരുന്ന കൂടിക്കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചതെന്ന് ലേഖനത്തിൽ പറയുന്നു. അവരുടെ വെബ്സൈറ്റിലും ഇതേ വാർത്ത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതേ പത്രത്തിന്റെ 12-ാം പേജിലും അയൽക്കാരുടെ സഹകരണത്തെ വാഴ്ത്തിയിട്ടുണ്ട്. ഭാരതത്തിന്റെയും ചൈനയുടെ സഹകരണം ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ലേഖനത്തിലുണ്ട്. സംഘട്ടനമല്ല, സഹകരണമാണ് മികച്ച ഭാവിയിലേക്കുള്ള പാതയെന്നും ചൈന ഡെയിലി പറഞ്ഞുവയ്ക്കുന്നു. സഹകരണത്തിന്റെ വഴിയെ സഞ്ചരിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് ചൈന തിരിച്ചറിഞ്ഞതിന്റെ നേർസാക്ഷ്യമാണ് ലേഖനം. 8 വർഷത്തിനു ശേഷം ചൈനയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. പിന്നാലെ ഇരുവരും തമ്മിൽ നിർണായക ചർച്ചകളും നടന്നു. ഈ സംഭവ വികാസങ്ങളാണ് ചൈന ഡെയിലിയിൽ വിവരിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇടുക്കി തൊടുപുഴയിലെ അഗ്നിശമന സേനയിൽ പന്നിമാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം. മെസ്സിൽ പന്നിക്കറി വെച്ചതിനെ ഒരു വിഭാഗം ജീവനക്കാർ എതിർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പന്നിമാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയത്. റിക്രിയേഷൻ ക്ലബ്ബ് മീറ്റിംഗ് കൂടിയാണ് തീരുമാനമെടുത്തത്. വിവരങ്ങളുമായി സുബിൻ കെ തോമസ് ചേരുകയാണ്. സുബിൻ, എന്താണ് സംഭവം? കഴിഞ്ഞ ജൂൺ മാസം 27-ാം തീയതിയാണ് തൊടുപുഴ അഗ്നിശമന സേന ഓഫീസിൽ വെച്ച് ഈ റിക്രിയേഷൻ ക്ലബ്ബ് മീറ്റിംഗ് കൂടുകയും പന്നി മാംസത്തിനും ഹലാലിതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തത്. ഈ പന്നി മാംസം കഴിക്കാത്ത ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഇല്ലാതിരുന്ന ദിവസം ഏതാനും ജീവനക്കാർ ചേർന്ന് സേനയുടെ മെസ്സിൽ പന്നിമാംസം പാകം ചെയ്ത് ഭക്ഷിച്ചിരുന്നു. ഇതറിഞ്ഞ ഈ പന്നിമാംസം കഴിക്കാത്ത ആളുകളും അതുപോലെ തന്നെ ഈ സ്റ്റേഷനിലെ സേനാ തലവൻ TH സാദിഖ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്തെത്തുകയും ഇതിനുശേഷം ഈ യോഗം ചേർന്ന് ഈ പന്നിമാംസത്തിനും ഹലാലിതര മാംസങ്ങളും നിരോധിച്ച് ഒരു ഏകപക്ഷീയമായ തീരുമാനം എടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ സ്റ്റേഷനിൽ ബീഫിനും നിലവിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സേനയുടെ ജീവനക്കാർക്ക് എന്ത് ഭക്ഷണം കഴിക്കാമെന്ന് ഒരു പൊതു തീരുമാനം ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് പൊതു തീരുമാനം എടുത്ത് ഇഷ്ടാനുസരണം അത് പാകം ചെയ്ത് കഴിക്കുന്നുള്ളതാണ് നിലവിലെ വ്യവസ്ഥ. എന്നാൽ ഒരു വിഭവത്തിന് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്താൻ ആർക്കും അവകാശവുമില്ല. എന്നാൽ ഈ ഒരു അവകാശം മാനിക്കാതെയാണ് ഈ തൊടുപുഴ അഗ്നിശമന സേന ഓഫീസിൽ ഈ പന്നി മാംസത്തിനും അതുപോലെ തന്നെ ഹലാലിതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം ഈ പന്നി കഴിക്കാത്ത ജീവനക്കാർ ഓഫീസിൽ ഇല്ലാത്ത സമയത്ത് പോലും അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സമയത്ത് പോലും ഈ ഓഫീസിൽ പന്നി മാംസമോ ഹലാലിതര മാംസങ്ങളോ കയറ്റാനോ അത് പാകം ചെയ്ത് ഭക്ഷിക്കാനോ പാടില്ല എന്നുള്ളൊരു കൃത്യമായ നിർദ്ദേശമാണ് ഈ സേനാ തലവൻ നിലവിൽ നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് നിലവിൽ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെതിരെ ഈ ഒരു തീരുമാനത്തിനെതിരെ ഈ മീറ്റിംഗ് കൂടിയ സമയത്ത് തന്നെ ജീവനക്കാർ എതിരഭിപ്രായം ഉന്നയിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ജീവനക്കാരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മിനിറ്റ്സിൽ ഒപ്പുവെപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ മിനിറ്റ്സ് രേഖകൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതിൽ കൃത്യമായി തന്നെ പന്നി മാംസത്തിനും അതുപോലെ തന്നെ ബീഫിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഭക്ഷണ സ്വാതന്ത്ര്യം മെസ്സിലെ അല്ലെങ്കിൽ സേനയിലെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ ഈ പരാതി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ ഒരു പരാതി നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ കഴിഞ്ഞ മാസം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ജില്ലാ ഫയർ ഓഫീസറാണ് ഈ ഒരു അന്വേഷണം നടത്തുന്നത്. എന്നാൽ ഈ അന്വേഷണത്തിൽ ഇതുവരെ കാര്യമായ പുരോഗതികളൊന്നും തന്നെ കൃത്യമായ ചിത്രം നടക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഈ പരാതിക്കാർക്കുണ്ട്. പ്രധാനമായും ഈ ഭക്ഷണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടാനുസരണം ഭക്ഷണം കഴിക്കാൻ ഒരു സ്വാതന്ത്ര്യം അവർക്ക് വേണം, അല്ലെങ്കിൽ പാകം ചെയ്ത് കഴിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഒരിക്കലും
ആർക്കും നിഷേധിക്കാനുള്ള ഒരു കാര്യമില്ല. അത് ആ ഡ്യൂട്ടിയിലുള്ള ആളുകൾക്ക് അന്നേ ദിവസം ഏത് ദിവസമാണ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരുള്ളത് ആ ജീവനക്കാർക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി കഴിക്കാമെന്നുള്ളതാണ്. അത്തരത്തിൽ ആ സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യം തങ്ങൾക്ക് വേണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ ജില്ലാ ഫയർ ഓഫീസർ പറയുന്നത് പ്രകാരം എല്ലാ വിഭാഗം ജീവനക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്റ്റേഷൻ തലവനായിട്ടുള്ള വ്യക്തി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം പൂർണ്ണമായി ശരി സുബിൻ, ഇസ്ലാമിസ്റ്റുകൾ എല്ലാ മേഖലയിലും പിടിമുറുക്കുകയാണ്. അങ്ങനെ ഫയർഫോഴ്സിന്റെ ഓഫീസിൽ പന്നിമാംസവും അതുപോലെ ഹലാൽ ഇതര മാംസഭക്ഷണങ്ങൾ വിളമ്പുന്നതിനും പാചകം ചെയ്യുന്നതിനുമൊക്കെ വലിയ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂരിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണം. CPM പ്രവർത്തകൻ മനോജാണ് കമ്പിവടി ഉപയോഗിച്ച് വിഗ്രഹത്തെ തകർക്കാൻ ശ്രമിച്ചത്. തൃപ്രയാർ എടത്തുരുത്തിയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഈ സനാതനധർമ്മത്തിന് നേരെ ഇങ്ങനെ വലിയ ആക്രമണം നടക്കുകയാണ്. തൊട്ട് മുൻപുള്ള ദിവസമാണ് പാലക്കാട്ട് നമ്മൾ കണ്ടത്. ചെഗുവേരയുടെ ചിത്രത്തിനൊപ്പം ചെമ്പട്ടണിഞ്ഞ ഗണപതിയെ ഉയർത്തിക്കൊണ്ട് DYFI നിമഞ്ജന ഘോഷയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. എന്താണ് സംഭവിച്ചത് തൃശൂരിൽ? തൃശൂരിൽ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. ഇന്നലെ വൈകിട്ടാണ് ആക്രമണമുണ്ടായത്. CPM പ്രവർത്തകനായ മനോജ് എന്നയാൾ കമ്പിവടി ഉപയോഗിച്ച് വിഗ്രഹത്തെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. തൃപ്രയാർ എടത്തുരുത്തിയിലാണ് സംഭവം. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. പാലക്കാട് ഈ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയെ അപഹസിക്കുന്ന വിധത്തിലുള്ള നടപടികൾ DYFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സാനു, കേൾക്കാമോ? ഇതിന്റെ തൊട്ട് പുറകെയാണ് ഇപ്പോൾ തൃശൂരിൽ ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയ്ക്ക് നേരെ തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, ഇന്നലെ വൈകിട്ട് തൃപ്രയാർ എടത്തുരുത്തിയിൽ നടന്നിട്ടുള്ള ഗണേശ വിഗ്രഹ ശോഭായാത്രയിൽ, അതായത് ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്യാൻ വേണ്ടി പോയ ശോഭായാത്രയിലാണ് CPMകാരൻ്റെ അക്രമം ഉണ്ടായത്. അതായത് വലിയ ആഘോഷപൂർവ്വം വിശ്വാസികളെല്ലാം ഘോഷയാത്രയായിട്ട് ശോഭായാത്രയായിട്ട് ഈ വിഗ്രഹം നിമജ്ജനം ചെയ്യാൻ പോകുന്നതിനിടയിൽ മനോജ് എന്ന CPM പ്രവർത്തകൻ വീടിനുള്ളിൽ നിന്നും കമ്പിവടി എടുത്തുകൊണ്ട് വന്ന് പൊടുന്നനെ ഈ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഈ അക്രമത്തിൽ ഗണേശ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിഗ്രഹത്തിന്റെ കൈ അടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ദൃശ്യങ്ങളിലടക്കം ഉള്ളതാണ്. അപ്പോൾ ഈ അക്രമം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. കയ്പമംഗലം പോലീസ് ഇടപെട്ട് മനോജിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇയാളെ റിമാൻഡിലേക്ക് അയക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം, അതായത് ഈ കയ്പമംഗലം പോലീസ് മനോജിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ CPMന്റെ ഭാഗത്തു നിന്നുള്ള ഷാഫി എന്ന് പറയുന്ന ഒരു നേതാവ് ഇയാളെ ഇറക്കിക്കൊണ്ടുവരുന്നതിന്, അല്ലെ പോലീസിലെത്തിയിട്ട് ചില സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്നാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും ഒപ്പം തന്നെ സംഘപരിവാർ സംഘടനകളും ആരോപിക്കുന്നത്. അതായത് ഇത്തരം ഒരു അക്രമം നടത്തിയ ആളെ തള്ളിപ്പറയുന്നതിന് പകരം അയാളെ സംരക്ഷിക്കാനും നിയമസഹായം എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് സംഘപരിവാർ സംഘടനകൾ ഉന്നയിക്കുന്ന ആരോപണം. അത് ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ്, അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് തൃപ്രയാറിൽ വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തിയത്. അതായത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി ഇതിന് പിന്നിലുള്ള ശക്തികളെ പുറത്തു കൊണ്ടുവരണം, മനഃപൂർവ്വം അക്രമം അഴിച്ചുവിടാനും മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളതെന്നാണ് ഹിന്ദു സംഘടനകളുടെ, ഹൈന്ദവ സംഘടനകളുടെ പ്രധാന ആക്ഷേപം. എന്തായാലും പോലീസ് ഇതിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ മനോജിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഈ അറസ്റ്റ് കൊണ്ട് തീരുന്നില്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികളിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്നാണ് സംഘപരിവാർ സംഘടനകളുടെ പ്രധാന ആവശ്യം. അതായത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് മാറ്റാനായിട്ടും അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതിനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാക്കി വക്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നുണ്ട്. സംഘടിതമായിട്ടുള്ള അക്രമം നടത്തുന്നതിന് പകരം ഒറ്റപ്പെട്ട സംഭവങ്ങളിലൂടെ, ഒറ്റപ്പെട്ട ആക്രമണങ്ങളിലൂടെ ഇത്തരം ആഘോഷങ്ങളെ വില കുറച്ച് കാണിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ആ പവിത്രത ഇല്ലാതാക്കാനും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാവണം ഇപ്പോഴത്തെ അക്രമം തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. പാലക്കാടും സമാന നിലയിൽ തന്നെ അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞിടങ്ങളിലൊക്കെ. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ അക്രമത്തെയും നമുക്ക് കാണാൻ സാധിക്കുക. ഒപ്പം തന്നെ നമ്മുടെ നിയമസഭയുടെ സ്പീക്കർ അടക്കം ഗണപതി എന്ന വിശ്വാസം മിത്താണ്, അല്ലെങ്കിൽ അതൊരു പറയപ്പെടുന്ന കഥകൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആക്ഷേപം ഉന്നയിച്ചൊക്കെ രംഗത്ത് വന്നവരാണ്. ഒപ്പം തന്നെ ശബരിമലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്
പറഞ്ഞുകൊണ്ട് സ്വരാജൊക്കെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ അത്തരം വാക്കുകളൊക്കെ ഇന്നും നമ്മുടെ കേരളത്തിൽ മുഴങ്ങി കേൾക്കാറുണ്ട്. അന്നത്തെ വാക്കുകളൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ അക്രമത്തെയും ഹൈന്ദവ സംഘടനകൾ കാണുന്നത്. നീലിമ വിശദാംശങ്ങൾ പങ്കുവച്ചത്. RSS കണ്ണൂർ ജില്ലാ ശാരീരിക ശിക്ഷൺ പ്രമുഖായിരുന്ന കതിരൂർ ഇളന്തോട്ടത്തിൽ മനോജിനെ CPM പ്രവർത്തകർ മൃഗീയമായി കൊലപ്പെടുത്തിയിട്ട് ഇന്നേക്ക് 11 വർഷം. 2014 സെപ്റ്റംബർ 1 രാവിലെ 11 മണിയോടെയായിരുന്നു കതിരൂർ ഉക്കാസ് മൊട്ടയിൽ വെച്ച് മനോജിനെ ക്രൂരമായി CPMകാർ കൊലപ്പെടുത്തിയത്. RSSന്റെ കണ്ണൂർ ജില്ലയിലെ കരുത്തനായ കാര്യകർത്താവ്, CPMന്റെ അക്രമരാഷ്ട്രീയത്തോട് ഒരു തരത്തിലും തലകുനിക്കാത്ത നേതാവ്, അതായിരുന്നു കതിരൂർ മനോജ്. അതുതന്നെയാണ് അദ്ദേഹത്തെ CPMന്റെ കണ്ണിലെ കരടാക്കിയതും. 2014 സെപ്റ്റംബർ 1 മാരുതി ഓംനി വാനിൽ വീട്ടിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോകവേ ഉക്കാസ് മൊട്ടയിൽ വെച്ച് CPM അക്രമി സംഘം അദ്ദേഹം സഞ്ചരിച്ച വാനിനു നേരെ ബോംബെറിയുകയും പിന്നാലെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. മികച്ച സംഘാടകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കതിരൂർ മനോജിനെ മുൻപ് പലതവണ CPMകാർ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അപ്പോഴൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. CPM ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയതെന്ന് ആദ്യഘട്ടം തൊട്ടേ വ്യക്തമായിരുന്നു. കാര്യകർത്താക്കളെ ഇല്ലാതാക്കി സംഘടനയെ തകർക്കാമെന്ന് കരുതിയ CPMന് തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് പാർട്ടി കോട്ടകളിൽ പോലും RSS വളരുന്നത്. ജനം, കണ്ണൂർ. RSS കണ്ണൂർ ജില്ലാ ശാരീരിക ശിക്ഷൺ പ്രമുഖായിരുന്ന കതിരൂർ മനോജിന്റെ ബലിദാന ദിനത്തോടനുബന്ധിച്ച് ഡയമണ്ട് മുക്കിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. സ്വയം സേവകരെ സംബന്ധിച്ച് കതിരൂർ മനോജ് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് പുഷ്പാർച്ചനയിലും തുടർന്ന് നടന്ന അനുസ്മരണ സാഖ്യത്തിലും പങ്കെടുക്കാനെത്തിയത്. RSS ഉത്തര കേരള പ്രാന്ത ഭൗതിക് പ്രമുഖ് ബാലകൃഷ്ണൻ അനുസ്മരണ സാഖ്യത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉത്തര കേരള പ്രാന്ത സഹകാര്യവാഹ് PP സുരേഷ് ബാബു, BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും യാതൊരു ധാർമ്മികതയുമില്ലെന്ന് അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് PN നാരായണ വർമ്മ. അയ്യപ്പ സംഗമം പമ്പയിൽ നടത്താൻ പാടില്ല. ഈ തീരുമാനം കടുത്ത പ്രതിഷേധാർഹമാണ്. വാണിജ്യ താൽപര്യത്തോടെയുള്ള സമ്മേളനമാണ് ഇതെന്നും അതിനാൽ ഭക്തർ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്നും അദ്ദേഹം ജനം TVയോട് പറഞ്ഞു. സെപ്റ്റംബർ 20 പമ്പയിൽ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് PN നാരായണ വർമ്മ ഉന്നയിക്കുന്നത്. അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും യാതൊരു അർഹതയുമില്ല. തീർച്ചയായിട്ടും യാതൊരു ധാർമ്മികതയുമില്ല സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുവാൻ. പവിത്രമായ പമ്പയിൽ ഈ ഭക്തസംഗമം നടത്താൻ പാടില്ല. ഇത് പ്രതിഷേധാർഹമാണ്. ഏറ്റവും പവിത്രമായ പമ്പയിൽ ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം എന്ന് നടത്തുന്നത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. കാരണം അയ്യപ്പ വിശ്വാസികൾ ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഭക്തർ പങ്കെടുക്കില്ല. 2018 അനുഭവങ്ങൾ ഭക്തർ ഇന്നും മറന്നിട്ടില്ല. അന്നുണ്ടായ മനസ്സിലെ തീ ഇന്നും കെട്ടിട്ടില്ല എന്നും PN നാരായണ വർമ്മ ഓർമ്മിപ്പിച്ചു. കാരണം 2018 അനുഭവങ്ങൾ ആരും ആ വിഷമതകളും ആ അഗ്നിയൊന്നും അവരുടെ മനസ്സിൽ കെട്ടടങ്ങിയിട്ടില്ല. അയ്യപ്പന് ഒരു സമ്മേളനം നടത്തി ഖ്യാതി വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ലെന്നും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഭക്തർ ശബരിമലയിലേക്ക് എത്താറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനം, കൊച്ചി. അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. സംഗമം കൊണ്ട് ഹൈന്ദവരുടെ വോട്ട് ലഭിക്കുമെന്ന് സർക്കാരിന് ആഗ്രഹം വേണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. സർക്കാരിന് വിശ്വാസി സമൂഹത്തോടുള്ള സ്നേഹവും കൂറും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അയ്യപ്പനോടുള്ള സ്നേഹവും ആചാരാനുഷ്ഠാനത്തോടുള്ള കടപ്പാടുമാണ് സാമുദായിക സംഘടനകൾ പിന്തുണ അറിയിക്കുന്നതിന് പിന്നിൽ. ആ ബോധ്യം മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ഉണ്ടാകണമെന്നും അവർ ഓർമ്മിപ്പിച്ചു. ആലപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിച്ചാലും അത് നടപ്പിലാകാൻ പോകുന്നില്ല. കാരണം ഈ ഗവൺമെൻറ്റിന് വിശ്വാസി സമൂഹത്തോടുള്ള സ്നേഹം എന്താണെന്നും കൂറെന്താണെന്നും
അന്ന് അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച ഓരോ ദൃശ്യങ്ങളിലൂടെയും കേരളത്തിലെ മനുഷ്യർ മുഴുവൻ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഹിന്ദു വിശ്വാസിയുടെയും വോട്ട് ഈ വിഷയം കൊണ്ട് കിട്ടും എന്നുള്ള ധാരണ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് എന്തായാലും വേണ്ട. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമല അയ്യപ്പനിൽ നിന്ന് അഭയം പ്രാപിക്കാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. അയ്യപ്പ ശാപമേറ്റ സർക്കാരാണ് ഇടത് സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. കോഴിക്കോട് മേഖലാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി.കെ. കൃഷ്ണദാസ്. ശബരിമലയിൽ ആചാരലംഘനത്തിന് കൂട്ടുനിന്ന സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിലെ ഇരട്ടത്താപ്പുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് വിമർശനം ഉന്നയിച്ചത്. സംഗമത്തിലൂടെ അയ്യപ്പന്മാരെ പണത്തിന്റെ പേരിൽ വിഭജിക്കുകയാണ് സർക്കാർ. യുവതീ പ്രവേശനത്തിൽ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നും ഇതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പിൽ CPM രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ അവർ സ്വീകരിച്ചിരിക്കുന്നത് വിശ്വാസവിരുദ്ധവും ആചാര ലംഘനവും ആയിരുന്നു. ഏറ്റവും ഒടുവിൽ 2019 ഫെബ്രുവരി 6 സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ വന്നപ്പോ പിണറായി വിജയന്റെ ഗവൺമെന്റും ദേവസ്വം ബോർഡും കൊടുത്ത അഫിഡവിറ്റ് പറയുന്നത് അവിടെ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നാണ്. ഈ യുവതീ പ്രവേശനം എന്നുള്ളത് വിശ്വാസവിരുദ്ധമാണ്, ആചാര ലംഘനമാണ്. നമ്മൾ ആകെ ചോദിക്കുന്നത് ഇപ്പൊ അന്താരാഷ്ട്ര ശബരിമല ഭക്തജന സംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പറയണം, ഞങ്ങള് ഈ വിശ്വാസ വിരുദ്ധതയിൽ നിന്ന്, ആചാര ലംഘനത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിരിക്കുന്നു എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബി.ജെ.പി. കോഴിക്കോട് മേഖലാ ശില്പശാല സംഘടിപ്പിച്ചത്. ബി.ജെ.പിയുടെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ മുതലുള്ളവരാണ് മേഖലാ ശില്പശാലയിൽ പങ്കെടുത്തത്. ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ശില്പശാലയിൽ ക്ലാസുകൾ എടുത്തു. ജനം, കണ്ണൂർ. സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി. അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനമെടുത്തത് ആരെന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ദേവസ്വം ബോർഡെന്ന് ഹർജിക്കാരൻ മറുപടി നൽകി. ഹർജി വീണ്ടും പരിഗണിക്കുന്നതിനായി സെപ്റ്റംബർ 9 മാറ്റി. ഓണാവധിക്ക് ശേഷം ദേവസ്വം ബെഞ്ച് ഹർജി പരിഗണിക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ 16 കോടി വകമാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതേസമയം മുഴുവൻ ക്ഷേത്രങ്ങളിലെയും കാണിക്കവഞ്ചികൾ പൊട്ടിച്ച് ജീവനക്കാർക്ക് ബോണസും ശമ്പളവും നൽകാൻ നീക്കം. ഇത് സംബന്ധിച്ച ഉത്തരവുകൾ ജനം ടിവിക്ക്. ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളവും ബോണസും നൽകാൻ പണമില്ലാതെ വന്നതോടെയാണ് കാണിക്കവഞ്ചികൾ പൊട്ടിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയത്. ദേവസ്വം അക്കൗണ്ട്സ് ഓഫീസറുടേതാണ് ഇത് സംബന്ധിച്ച ഉത്തരവ്. ഇതിനിടെ 16 കോടി രൂപ മരാമത്തിലേക്ക് വകമാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവും ജനം ടിവിക്ക് ലഭിച്ചു. ജീവനക്കാർക്ക് നൽകാനുള്ള ശമ്പളത്തുകയാണ് വകമാറ്റിയതെന്ന് ആക്ഷേപമുണ്ട്. 1256 ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. ഓണത്തിന് ജീവനക്കാർക്ക് 3000 രൂപ ബോണസും 20,000 രൂപ അഡ്വാൻസ് നൽകണം. പണമില്ലാത്തതിനാൽ പ്രഖ്യാപനം നീണ്ടു. മുഴുവൻ പേർക്കും അഡ്വാൻസും ബോണസും നൽകണമെങ്കിൽ 11 കോടിയോളമാണ് ആവശ്യമായി വരുന്നത്. ഇതോടെ മുഴുവൻ ക്ഷേത്രങ്ങളിലെയും കാണിക്കവഞ്ചികൾ പൊട്ടിച്ച് പണമെത്തിക്കാനാണ് നിർദ്ദേശം. അതേസമയം 5500 ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ 26 കോടി, കൂടാതെ പെൻഷൻ, പങ്കാളിത്ത പെൻഷൻ വിഹിതം, ഓഫീസുകളുടെ പ്രവർത്തനം തുടങ്ങിയവയ്ക്കായി വലിയ തുക വേണം. ആകെ 45 കോടി രൂപ ആവശ്യം വരും. സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടിശ്ശിക കാരണം ടെൻഡറുകൾ എടുക്കാൻ കരാറുകാർ മടിക്കുകയാണ്. ശബരിമല തീർത്ഥാടന ഒരുക്കങ്ങളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ജനം, കൊല്ലം. നവഭാരത് നവ ഛത്തീസ്ഗഡ്. രാജ്യത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യാവസായിക കേന്ദ്രമായി മാറുകയാണ് ഛത്തീസ്ഗഡ്. വിഷ്ണുദേവ് സായ് സർക്കാരിന്റെ പുതിയ വ്യവസായ നയം നിരവധി നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നു. സാധ്യതകളുടെ നാടായി കൂടി മാറുകയാണ് സംസ്ഥാനം. छत्तीसगढ़ में परिवर्तन तय हो गया है. ये जो उत्साह यहां दिख रहा है, ये परिवर्तन का उद्घोष है.
ഉത്പാദനം, സേവനം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പുതിയ നയവുമായി ഛത്തീസ്ഗഡ് വ്യാവസായിക വിപ്ലവത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഷൻ 2047 അനുസൃതമായാണ് വിഷ്ണുദേവ് സായി സർക്കാർ പുതിയ നയം രൂപപ്പെടുത്തിയത്. കഴിഞ്ഞ 6 മാസത്തിൽ 6.75 ലക്ഷം കോടിയുടെ നിക്ഷേപം ആകർഷിക്കാൻ സംസ്ഥാനത്തിനായി. ഇതിൽ 3 ലക്ഷം കോടി ഊർജ്ജ മേഖലയിൽ മാത്രമാണ്. പരമ്പരാഗത ഖനവ്യവസായം മാത്രമല്ല, IT, സെമി കണ്ടക്ടർ തുടങ്ങിയ മേഖലകളിലും നിക്ഷേപം കുമിയുന്നു. ജൂലൈ 1 സംഘടിപ്പിച്ച ഇൻഡസ്ട്രി ഡയലോഗിലൂടെ 1.25 ലക്ഷം കോടിയുടെ നിക്ഷേപമെത്തി. മേക്ക് ഇൻ ഇന്ത്യ, വോക്കൽ ഫോർ ലോക്കൽ എന്നിവയുടെ പ്രതിഫലനമാണ് പുതിയ നയം. അമൃതകാൽ ഛത്തീസ്ഗഡ് വിഷൻ 2047 ആണ് വികസന മുദ്രാവാക്യം. ആധുനിക കൃഷി മുതൽ കളിപ്പാട്ട വ്യവസായം വരെ നയം ഒന്നുപോലെ പ്രോത്സാഹിപ്പിക്കുന്നു. വിനോദസഞ്ചാരം, ഹോട്ടൽ ബിസിനസ്സുകൾക്കും ഇളവുകൾ ഏറെ. ചരക്ക് ഗതാഗതവും വ്യാപാരവും എളുപ്പമാക്കാൻ പുതിയ ലോജിസ്റ്റിക് നയം കൂടി സർക്കാർ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ ലോജിസ്റ്റിക് ഹബ്ബാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര വ്യവസായങ്ങൾക്കൊപ്പം വിദേശ നിക്ഷേപത്തിനും പ്രോത്സാഹനം നൽകുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ അടിസ്ഥാന സൗകര്യ വികസനവും വ്യാവസായിക പാർക്കുകളും വികസിപ്പിക്കുന്നു. IT, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക് നിർമ്മാണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് റായ്പൂരിനടുത്ത് പ്രത്യേക സാമ്പത്തിക മേഖല പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഡാറ്റാ പാർക്ക് റായ്പൂരിൽ വരികയാണ്. 11,000 കോടി സെമി കണ്ടക്ടർ യൂണിറ്റും നിലവിൽ വരും. നവ റായ്പൂരിൽ 200 ഏക്കർ മെഡിക്കൽ സിറ്റി, ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബ് തുടങ്ങിയ മെഗാ പദ്ധതികൾ പുരോഗമിക്കുന്നു. മൂലധന നിക്ഷേപം, പലിശ സബ്സിഡികളും നികുതി ഇളവുകളും നിക്ഷേപകരെ ആകർഷിക്കുന്നു. സ്വസ്ഥ് ഓർ സുഖി ഛത്തീസ്ഗഡ്, ആരോഗ്യ സന്തുഷ്ട ഛത്തീസ്ഗഡ് എന്ന ദർശനവുമായാണ് വിഷ്ണുദേവ് സായി സർക്കാർ പ്രവർത്തിക്കുന്നത്. ഒരു കാലത്ത് ഭീകരപ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട സംസ്ഥാനമാണെന്ന് വ്യവസായ വികസനത്തിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ പിടിച്ചുകുലുക്കി ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 600 മരണം റിപ്പോർട്ട് ചെയ്തു. 2500-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. പാകിസ്ഥാനിലും ഡൽഹിയിലും ഉൾപ്പെടെ പ്രകമ്പനം അനുഭവപ്പെട്ടു. മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് താലിബാൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കണമെന്ന് താലിബാൻ ഭരണകൂടം വിവിധ സംഘടനകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തുടർ ചലനങ്ങൾ ഉണ്ടായതായും വിവരമുണ്ട്. സർക്കാർ ആശുപത്രികളിൽ പ്രതിസന്ധി രൂക്ഷം. ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം വിതരണം നിർത്തിയതായി വിതരണക്കാർ. കുടിശ്ശിക നൽകണമെന്ന് ആരോഗ്യവകുപ്പിന് കത്ത് നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും വിതരണക്കാരുടെ അസോസിയേഷൻ. 158 കോടിയാണ് ആശുപത്രികൾ നൽകാനുള്ള കുടിശ്ശികയെന്നും വിതരണക്കാർ പറയുന്നു. കുടിശ്ശിക നൽകാതെ ഉപകരണങ്ങൾ നൽകില്ലെന്നും വിതരണക്കാരുടെ മുന്നറിയിപ്പ്. കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ലെന്ന് വിതരണക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാരിന് കീഴിൽ 21 ആരോഗ്യ കേന്ദ്രങ്ങളെ സാരമായി ഇത് ബാധിക്കുകയും ചെയ്യും. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണമാണ് ഇതോടെ നിലച്ചത്. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം ഇന്നു മുതൽ നിർത്തിവെക്കുന്നതായി വിതരണക്കാർ ഔദ്യോഗികമായി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 31 വരെയുള്ള കുടിശ്ശിക തീർക്കാതെ വിതരണം ചെയ്യില്ലെന്നാണ് വിതരണക്കാർ അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 31 മുൻപ് കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ 1 രൂപ പോലും ലഭിച്ചില്ലെന്ന് വിതരണക്കാർ പറയുന്നുണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തുമെന്നറിയിച്ച ആരോഗ്യവകുപ്പിന് കത്തും നൽകി. കുടിശ്ശിക തീർക്കാതെ ഇനി ഉപകരണങ്ങൾ നൽകില്ലെന്ന് വിതരണക്കാരുടെ അസോസിയേഷനും അറിയിച്ചിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം. കൊല്ലത്ത് BJP പ്രവർത്തകരോടൊപ്പം ഓണം ആഘോഷിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തിരുവാതിരയും ഓണസദ്യയും കലാകായിക മത്സരങ്ങളും ആഘോഷത്തിന് മാറ്റേകി. നിരവധി പേരാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായത്. ഓലയിൽക്കടവ് ATS ഗാർഡനിലെ വേദിയിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാതിന് ശേഷമായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം. വെള്ളപ്പൊക്കത്തിൽ വീടുകൾ നശിച്ചു, വയലുകൾ വെള്ളത്തിനടിയിലായി, കുടുംബങ്ങൾ തകർന്നു. പ്രതിസന്ധി എവിടെയൊക്കെ വന്നോ അവിടെയൊക്കെ നമ്മുടെ NDRF, SDRF പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്തു. ദുരന്ത സമയത്ത് സൈന്യം സഹായവുമായി മുന്നോട്ട് വന്നു. BJP കൊല്ലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഓണാഘോഷം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു.
മഹാബലിയെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം സമകാലിക രാഷ്ട്രീയത്തെയും സൂചിപ്പിച്ചു. ധർമ്മത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ഭരണാധികാരികൾ പ്രവർത്തിക്കുമ്പോൾ സമൂഹം ഒറ്റക്കെട്ടായി അവർക്ക് പിന്നിൽ അണിചേരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഭരണാധികാരിയുടെ കൂടെ എങ്ങനെയായിരിക്കണം ജനത നിൽക്കേണ്ടത് എന്നതിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. അത് ഇന്നത്തെ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നന്മയ്ക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഭരണാധികാരി നിൽക്കുന്ന അവസരത്തിൽ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുക. അങ്ങനെയാണ് മഹാബലിയോടൊപ്പം ജനങ്ങൾ നിന്നു. അങ്ങനെ കള്ളവും ചതിയുമില്ലാത്ത ഒരു സമൂഹമുണ്ടായി. തുടർന്ന് മഹിളകളുടെ തിരുവാതിര കളി, പ്രായഭേദമന്യേ ദിവസങ്ങളുടെ പരിശീലനത്തിൽ ഓരോരുത്തരും ചുവടുവെച്ചു. വഞ്ചിപ്പാട്ടിൽ BJP ജില്ലാ നേതാക്കളും ഭാഗമായി. വിഭവസമൃദ്ധമായ സദ്യയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയത്. BJP സംസ്ഥാന വക്താവ് കേണൽ S. ഡിന്നി, കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത്, മുൻ കൗൺസിൽ അംഗം MS. ശ്യാംകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി നിരവധി നേതാക്കൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി. ജനം, കൊല്ലം. B. അശോകിനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടിയിൽ പ്രതികരിക്കാതെ കൃഷിമന്ത്രി P. പ്രസാദ്. അശോക് നിയമ നടപടിക്ക് നീങ്ങുകയാണല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടായില്ല. അത് അയാളോട് തന്നെ ചോദിക്കണമെന്ന് മാത്രമായിരുന്നു മന്ത്രിയുടെ മറുപടി. ലൈംഗികാരോപണത്തിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ സമൂഹമാധ്യമങ്ങളിലൂടെ വീണ്ടെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നതായി സൂചന. PR വർക്കിലൂടെയും ഇഷ്ടക്കാരെ ഉപയോഗിച്ചും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ന്യായീകരിക്കാനാണ് ശ്രമം. രാഹുലിന്റെ മുൻകാല മാധ്യമ ചർച്ചകളും ഇടത് വിമർശനങ്ങളും കുത്തിപ്പൊക്കി മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും തകൃതിയാണ്. വലിയ രീതിയിലുള്ള പ്രചാരവേലകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാഹുൽ അനുയായികൾ നടത്തുന്നത്. ഫേസ്ബുക്കും എക്സും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് മുഴുവനും. ഇതിനായി വലിയ രീതിയിലുള്ള PR വർക്ക് രാഹുൽ നടത്തുന്നതായിട്ടാണ് വിവരം. രാഹുൽ തെറ്റുകാരനല്ല, പെടുത്തിയതാണ്, MLA സ്ഥാനം രാജിവെക്കരുത് തുടങ്ങി നിരവധി പോസ്റ്റുകളും കമന്റുകളും സാമൂഹ്യ മാധ്യമത്തിൽ സജീവമാണ്. ഏത് വിധേനയും പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്നതാണ് രാഹുൽ ലക്ഷ്യം വെക്കുന്നത്. അനുകൂല പോസ്റ്റിലൂടെയും ഇരവാദത്തിലൂടെയും ജനങ്ങളുടെ സിമ്പതി പിടിച്ചുപറ്റുകയും ഇതിലൂടെ നിലവിലെ വിമർശനങ്ങളുടെ മുനയൊടിക്കുകയുമാണ് ലക്ഷ്യം. ഇതിനായി സാമൂഹ്യ മാധ്യമത്തെ വലിയ രീതിയിൽ രാഹുൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ചലച്ചിത്ര നടി സീമാജി നായരും രാഹുലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിലുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ അനുകൂല ഘടകമാക്കി മാറ്റുകയും താൻ തെറ്റുകാരനല്ല എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയാണ് രാഹുൽ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതേസമയം രാഹുലിന്റെ തറവേലകൾ പാലക്കാടിന്റെ മണ്ണിൽ വിലപ്പോകില്ല എന്നാണ് BJP പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയാൽ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് BJP. ജനം, തിരുവനന്തപുരം. CPMന് തലവേദനയായി കടകംപള്ളി സുരേന്ദ്രനെതിരായ പരാതി. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഉപയോഗപ്പെടുത്തി രാഹുൽ വിവാദം പ്രതിരോധിക്കാനുള്ള കോൺഗ്രസ് നീക്കമാണ് കടകംപള്ളിക്കെതിരായ പരാതിയിലൂടെ വ്യക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത പോലീസ് കടകംപള്ളിക്കെതിരെ കേസെടുക്കാത്തതും കോൺഗ്രസ് പ്രചരണായുധമാക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് വിവാദം കത്തിച്ചു നിർത്തുകയായിരുന്നു സർക്കാരും CPMും. അതിനിടയിലാണ് മുൻ മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളിക്കെതിരായ പഴയ ആരോപണങ്ങൾ കോൺഗ്രസ് കുത്തിപ്പൊക്കിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിരുന്ന സ്വപ്ന സുരേഷ് ദൃശ്യമാധ്യമങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് കോൺഗ്രസിന്റെ ആയുധം. രാഹുലിനെതിരെ ബാധിക്കപ്പെട്ടവർ ആരും പരാതി നൽകിയിരുന്നില്ല. ക്രൈംബ്രാഞ്ച് കേസെടുത്തത് സ്വമേധയും. സമാനമായ രീതിയിൽ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കുന്നില്ല എന്ന ചർച്ച സൃഷ്ടിക്കുക
ശ്രമിക്കുകയാണ് കോൺഗ്രസ്. ഒപ്പം സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ശ്രദ്ധയിലേക്ക് വലിച്ചിടാനും കോൺഗ്രസിന് സാധിച്ചു. രാഹുൽ കേസിൽ ശബ്ദരേഖയുടെ ഫോറൻസിക് ഫലം വരുന്ന മുറയ്ക്ക് യുവതിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. സമാനമായി കടകംപള്ളിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ യുവതിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനും കോൺഗ്രസിന്റെ പരാതിയിലുണ്ട്. സ്ത്രീകളെ നിരന്തരമായി പിന്തുടർന്ന് ശല്യം ചെയ്തതാണ് രാഹുലിനെതിരെ ചുമത്തിയ കുറ്റം. ഇതിലും ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ നടത്തിയത്. പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിൽ കേസെടുത്തില്ല എങ്കിൽ അതുയർത്തി കോൺഗ്രസ് CPMന്റെ ഇരട്ടത്താപ്പ് ചർച്ചയാക്കും. ഇനി കേസെടുത്താൽ ഇപ്പോൾ തന്നെ പാർട്ടി നിലപാടുകൾ അതൃപ്തിയുള്ള കടകംപള്ളി സുരേന്ദ്രൻ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. ഫലത്തിൽ പുതിയ നീക്കത്തിലൂടെ CPMന് തലവേദന സൃഷ്ടിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ജനം, തിരുവനന്തപുരം. പ്രതിസന്ധികളെ മറികടന്ന് തന്റെ സ്വപ്നങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു യുവതാരത്തിന്റെ കഥയാണ് ഇനി. അഖിൽ സ്കറിയ എന്ന തൊടുപുഴക്കാരന്റെ കഥ. കേരള ക്രിക്കറ്റ് ലീഗിൽ ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും മാസ്മരിക പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന്റെ അഖിൽ സ്കറിയ. ആദ്യ സീസണിലെ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ 1ാം സ്ഥാനക്കാരനായിരുന്ന അഖിൽ ഇത്തവണയും ആ ഫോം തുടരുകയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കാലിക്കറ്റ് നായകൻ രോഹൻ കുന്നുമലിന് എടുത്ത് ഉപയോഗിക്കാനാകുന്ന വജ്രായുധം, അതാണ് അഖിൽ സ്കറിയ. അഖിലിന്റെ ഓൾറൗണ്ട് പ്രകടനം കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ഏത് പൊസിഷനിലും ഇറങ്ങി സ്കോർ ഉയർത്തുന്നതിലും ആവശ്യഘട്ടങ്ങളിൽ നിർണായക വിക്കറ്റുകൾ നേടുന്നതിലും അഖിലിനുള്ള കഴിവിനെക്കുറിച്ച് പറയുമ്പോൾ കാലിക്കറ്റ് നായകൻ രോഹൻ വാചാലനാകും. എന്താ പറയുക, ക്രൂഷ്യൽ ടൈംസിൽ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴേലും ഒരു പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഒരു വിക്കറ്റ് വേണം, ആ സ്കറി എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ വന്ന് എറിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം ഒന്നെങ്കിൽ ആ ഒരു ടൈറ്റാക്കി എറിഞ്ഞ് തരും, അല്ലെങ്കിൽ ഒരു വിക്കറ്റ് തരും. സോ ആ ഒരു ട്രസ്റ്റ് അവൻ ഈ ഒരു ലാസ്റ്റ് സീസണിലും ഈ സീസണിലും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ അവൻ്റെ ഇനിയും ഒരുപാട് നമ്മൾ കാണാനുണ്ട്, ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അഖിലിന്റെ ഈ വിജയങ്ങൾ ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അഖിൽ നേരിട്ടത് ഒരുപാട് പ്രതിസന്ധികളാണ്. അതിലേറ്റവും വലുത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. എങ്കിലും അഖിൽ തളർന്നില്ല. തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു. എല്ലാ പിന്തുണയുമായി അമ്മ ശ്രീലത ഒപ്പം നിന്നു. പപ്പട കമ്പനിയിൽ ജോലി ചെയ്ത് മകനെ ഇന്ത്യയിലെ മികച്ച ക്രിക്കറ്ററാക്കാൻ അമ്മ പരിശ്രമിച്ചു. അവൻ ചെറുപ്പം മുതലേ ഇതിനോടായിരുന്നു താല്പര്യം. ഇപ്പോൾ ഇത്ര ഉയരങ്ങളിലെത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ആ കഷ്ടപ്പാട് തന്നെയായിരുന്നു ചെറുപ്പം മുതലേ. അതെ, അവൻ ഇതിനു വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇതിന് മുൻകൈ എടുത്ത് നടക്കൂ. ക്രിക്കറ്റ് തൻ്റെ സ്വപ്നമാണെന്നും ആ സ്വപ്നത്തിന് വേണ്ടി തനിക്കിനിയും മുന്നോട്ട് പോകണമെന്നും അഖിൽ പറയുന്നു. കഠിനാധ്വാനത്തിൽ ലഭിച്ച അംഗീകാരമാണ് ഈ വിജയം. ഭാവിയിൽ എൻ്റെ ടീമിന് വേണ്ടി കൂടുതൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അഖിൽ പറയുന്നു. ഒരുപാട് ഉയരങ്ങളിലോട്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, നല്ല പെർഫോമൻസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ക്രിക്കറ്റ് കളിക്കുമ്പം, അല്ല ക്രിക്കറ്റ് കളിക്കുമ്പോൾ മാത്രമല്ല ജീവിതത്തിലായാലും എപ്പോഴും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തണം, അല്ലെങ്കിൽ ഇനിയും നല്ല റിസൾട്ട് വരും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ വരും എന്നുള്ളൊരു അങ്ങനെ വിശ്വസിച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇന്നും ടീമിൻ്റെ വിജയത്തിലൊരു പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അഖിൽ സ്കറി എന്ന ഈ പോരാളിയുടെ ജീവിതം ഓരോ യുവ കായിക താരത്തിനും ഒരു പ്രചോദനമാണ്. സ്വപ്നങ്ങൾ കീഴടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ സാധിക്കും. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ അഖിലിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം നിഖിൽകുമാർ, ജനം. അമൃത വിശ്വവിദ്യാപീഠം ചെന്നൈയിലെ ക്യാമ്പസിലെ ബിടെക് ബിരുദദാന ചടങ്ങുകൾ നടന്നു. വിവിധ സ്ട്രീമുകളിലായി 475 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ബിരുദങ്ങൾ കൈമാറി. മാതാ അമൃതാനന്ദമയി ദേവി സന്ദേശത്തിലൂടെ ബിരുദധാരികൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടർ എസ് പത്മകുമാറും SKF ഇന്ത്യയുടെ ചീഫ് ടെക്നോളജി ഓഫീസറായ സനോജ് സോമസുന്ദരനും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം ട്രഷറർ സ്വാമി രാമകൃഷ്ണാനന്ദപുരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മറ്റുള്ളവരുടെ പാത പിന്തുടരാതെ സ്വന്തം വഴി കണ്ടെത്താൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്ന് പത്മകുമാർ പറഞ്ഞു. ബിരുദദാനത്തെ ഒരു പുതിയ തുടക്കമായി കാണണമെന്നും പരീക്ഷണങ്ങൾ നടത്താൻ ധൈര്യം കാണിക്കണമെന്നും സനോജ് സോമസുന്ദരൻ പറഞ്ഞു. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സമൂഹത്തിനും പരിസ്ഥിതിക്കും പ്രയോജനകരമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.